കോമഡി എന്ന് പറഞ്ഞ് കിടന്ന് കാണിക്കണം. അതും ഏതും പറയത്ത് എന്നെ ചിരിപ്പിക്കുക. ലോകം മുഴുവൻ തല്ലും വഴക്കും വെട്ടും കുത്തും കൊലപാതകമായിട്ട് നടക്കുന്ന ഇത്രയും കർക്കശക്കാരും ദേഷ്യക്കാരും എന്നെ ചിരിപ്പിക്കാൻ. എടാ ഈ ബിജു പൊടികർ എടാ ഇവന് ആണായിട്ട് വന്നാൽ ഈ പെണ്ണുങ്ങളുടെ ഇത് കോമഡിയാണ്. നീ ചിരിപ്പിക്കും കുറെ എന്നെ. അയ്യോ ചില കോമഡി കളിക്കാൻ പറ്റും, കണ്ടാ പിടിച്ചിരിക്കാൻ പറ്റില്ല നമുക്ക്. ആ സൈസ് കോമഡി. ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി അറിയാമോ? ഇവിടെ ഒത്തിരി രോഗികൾ കിടക്കുന്ന. ഇവിടെ കിടന്ന് വെള്ളം വെക്കരുത്. പാർവതിയുടെ ഭർത്താവാരാ? ജയറാം. എന്റെ പൊന്നു. എന്നാൽ ആ ജയറാമിനോട് പറഞ്ഞേരെ പാർവതിയുടെ ഒഴിച്ചിൽ കഴിഞ്ഞിരിക്കുകയാണ്, കൊണ്ടുപോയി വാർഡിൽ കിടത്താൻ. അയ്യോ അതിന് മോൻ കാളിദാസൻ കാണും. ആ ചെറുക്കനെ വിളിച്ച് പറയാം, എന്നെ വിളിച്ച് പറഞ്ഞു. ആരാണോ ഈ കാളിദാസനൊക്കെ? സിനിമയിലൊക്കെ ഉള്ള ജയറാമിനെ കാളിദാസനൊക്കെ എല്ലാവർക്കും അറിയാം. എടാ സിനിമ നടി പാർവതിയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഇവിടെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്ന പാർവതിയുടെ ഭർത്താവ് ആരാണെന്നാ ചോദിച്ചത്. അത് ഞാനല്ല. ആ ചേരാത്ത വിഗും വെച്ചാ സൈഡിൽ കിടക്കുന്നില്ലേ അവനാ. എന്നാ അയാളോട് പറഞ്ഞേര് പാർവതിയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കൊണ്ടുപോയി വാർഡിൽ കിടത്താൻ. ഇല്ല ഞാൻ പറയത്തില്ല. അതെന്താ? ഞാൻ പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി വിചാരിക്കും എനിക്ക് എന്തെങ്കിലും വേറെ ദുരിശോധം കാണുമെന്ന്. ഞാൻ പറഞ്ഞില്ല. ഇയാളൊന്ന് ചെന്ന് പറയണോ അങ്ങോട്ട്? പിന്നെ ഞാൻ പറയാം, നിങ്ങൾക്ക് വേണം നിങ്ങൾ പോയി പറയേ. എടാ എനിക്ക് അങ്ങോട്ട് പോയി പറയാൻ പറ്റത്തില്ല. എന്റെ കാലിൽ ആമവാദമാ. അയ്യോ അപ്പൊ കേന്ദ്രത്തിൽ നിന്നൊക്കെ ഭയങ്കര സഹായമായിരിക്കുമല്ലോ. അതെന്താ? ആമ വളർത്തുന്നൊക്കെ സഹായമുണ്ട്. താനേതാ? അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? എടാ എന്റെ ഈ വെള്ള സാരി കണ്ടറിഞ്ഞൂടാ ഞാൻ ഇവിടെ നേഴ്സാണെന്ന്. അങ്ങനെയാണ് ഇവിടെ കാറ്ററിങ്ങിന് വാങ്ങാൻ പോണ പെണ്ണുങ്ങൾ വെള്ള കോട്ടിരുന്നല്ല എന്നും പറഞ്ഞവര് ഡോക്ടർമാരാ. ഞാനല്ല ചോദിച്ചത്, താൻ എന്തിനാ ഈ ബെഡിൽ കയറി കിടക്കുന്നത്? ഞാൻ ബെഡിൽ കയറി കിടക്കും. ഞാൻ കൂടുതൽ വളച്ചെടുത്താൽ കത്തി വലിച്ചാൽ എറിയാം. എന്തുകൊണ്ടാ ഇത്? ഞാൻ ഗുണ്ടയാണ്. ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കത്തി കൊണ്ട് നടക്കുന്ന. എടാ താൻ മര്യാദയ്ക്ക് മാറ്റിക്കേ. ഇത് നമ്മുടെ ഡോക്ടർ ഭയങ്കര ദേഷ്യക്കാരനാ. തിന്നുകളയും. കത്തിയോ? കുഴപ്പമില്ല, ഒരു 1/2 കിലോ പാളയത്തോളം പഴം കൂടെ തിന്നാൻ പറ. വെളുപ്പാൻ കാലത്ത് എനിക്ക് എന്റെ കത്തി വേണം. എന്റെ പെണ്ണുമ്പോൾ ഞാൻ കൊല്ലം തുളസിയുടെ ഭർത്താവാന്ന്. കൊല്ലം തുളസിയുടെ ഭർത്താവോ? അതല്ലെന്ന് പറഞ്ഞ പിന്നെ കൊല്ലത്തുനിന്ന് തിരുമാൻ കൊണ്ടുവന്ന തുളസി എന്റെ ഭാര്യ, ഭർത്താവ് ഞാതാ. ഞങ്ങളുടെ ബെഡ് അതാ ഇവിടെ കിടക്കുന്നേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. എനിക്ക് തുളസിയുടെ കുറച്ച് ഡീറ്റെയിൽസ് അറിയണം. തരാം. കല്യാണത്തിന് മുമ്പുള്ള വേണോ അത് കഴിഞ്ഞുള്ള ഏതാ? അല്ല പറഞ്ഞു എന്റെ. അതല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ തുളസിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല, ഞാനുമായിട്ട് അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ സർലക്കയായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിഷയങ്ങളുണ്ടാവും. സെർലാക്കോ? അത് കുട്ടികൾ കുടിക്കുന്ന പാൽപ്പൊടിയല്ലോ. സെർലാക്കല്ലെന്ന്. പിന്നെ എന്റെ മൂത്ത ചേച്ചി സർലക്കയായിട്ട് അവിടെ വായിക്കാതാണ് ആ കടയിൽ കിടക്കത്തില്ല. എവിടെയാണ് അതിന്റെ അപ്പുറം. അങ്ങനെ അവര് തമ്മിൽ വിഷയങ്ങളുണ്ട്. ഞാനുമായിട്ട് അങ്ങനെ വിഷയങ്ങളൊന്നും. അതല്ല ഞാൻ ചോദിച്ചത്, തന്റെ ഭാര്യ വീണിട്ടുണ്ടോ? കൊള്ളാം. ഞാൻ അവരുടെ വീട്ടിൽ പെയിന്റിങ്ങിന് പോയപ്പോ ഇങ്ങനെ ഒന്ന് കാണുന്നപ്പോ എനിക്ക് അപ്പോഴേ വീണാ. വേറെ പലവന്മാരും കാണിച്ചിട്ടുണ്ട് വീണത്തില്ല, പക്ഷെ എനിക്ക് വീണിട്ടുണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്, തന്റെ ഭാര്യക്ക് ന്യൂമോണിയ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അത് അവക്കുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ന്യൂമോണിയയുടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്തോ ബുദ്ധിമുട്ട്? പഠിപ്പിക്കുന്ന സാറ് ന്യൂമോണിയയുടെ സ്പെല്ലിംഗ് ചോദിച്ചു. അപ്പൊ എനിക്ക് നല്ല ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തന്റെ കാര്യമല്ല ചോദിച്ചത്, തന്റെ ഭാര്യക്ക് ന്യൂമോണിയ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോന്നാ ചോദിച്ചത്. കാണും. അവളും പഠിച്ച കൊച്ചല്ലേ, അവരോടും ചോദിച്ചു കാണും സ്പെല്ലിംഗ്. അവർക്കും ബുദ്ധിമുട്ട് കാണും. അത് ഇതാ നമുക്കെന്നല്ല, ഈ ന്യൂമോണിയയുടെ സ്പെല്ലിംഗ് ആരോട് ചോദിച്ചാലേ അവർക്ക് ബുദ്ധിമുട്ട് കാണും. ഇത് നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലയോ, ഡോക്ടർ KS പ്രസാദ്. ആ സാറിനാണ്. സാറ് അറിയാവോ സാറേ ന്യൂമോണിയയുടെ സ്പെല്ലിംഗ്? ഇല്ല. അതാ ഞാൻ പറഞ്ഞ ആർക്കാലും ബുദ്ധിമുട്ട്. ഡോക്ടറോട് പോയി സംസാരിക്കാൻ പോകും. പിന്നെ എനിക്ക് ഡോക്ടറോട് സംസാരിക്കണ്ടേ? എന്റെ പെണ്ണുമുളെ അകത്തിട്ട് തിരുമുന്ന ചികിത്സിക്കുന്ന ഡോക്ടറാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിന്റെ പെണ്ണിന്റെ അതായത് തുളസിയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. കാൽസ്യത്തിന്റെ കുറവുണ്ട്. എന്തെന്നറിയോ, ഞാൻ ഇവളോട് സദാസമയം പറയും ആ ഫ്ലവേഴ്സിൽ ഐറ്റം വേറെ ഒക്കെ എടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ പറയും. താൻ എന്തോടെ ഈ പറഞ്ഞു വരുന്നത്? അല്ല, അവർക്ക് എന്തോ ഹാസ്യത്തിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞു. കാൽസ്യത്തിന്റെ കുറവാ? കുറയ്ക്കുന്നതിന് എന്തോത്തിന് വേണ്ടിട്ടാ സംസാരിക്കുന്ന കാര്യമുണ്ടോ? നമ്മൾ പഠിച്ചതല്ലേ. ഞാൻ ഇവിടെ കുറയ്ക്കുന്നത് താൻ കണ്ടില്ലായിരുന്നോ? ഇതൊരു ആശുപത്രി, ആദ്യം അത് മനസ്സിലാക്കുക. ആശുപത്രി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. മറ്റുള്ള രോഗികൾ കിടക്കുന്നത് കണ്ടില്ലേ? ഞാനാണോ മൈനി കിടന്ന് വേളം വെക്കുന്നത്? ഈ മുതു കറുകലയല്ലേ കിടന്ന് വേളം? ഞാൻ വല്ലോ മിണ്ടിയ ഞാൻ എന്റെ പെണ്ണുമുളെ അകത്ത് തീരുമാനിക്കട്ടെ. ഞാൻ ഒന്നും മിണ്ടത്തില്ല. ഞാൻ ഇവിടെ ഇത് എന്തൊരു നാക്ക്, ഇവിടെ ഇത് എന്തൊരു നാക്ക്, ഇവിടെ കഴുത്തിന് ചുറ്റും നാക്ക്. ഇല്ല, ഇത് എന്തൊരു പെണ്ണ്. നമ്മളുമൊക്കെ പെണ്ണുങ്ങൾ തന്നെ. നമ്മളുമൊക്കെ പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളത് തന്നെ. എന്തുവാ ഇത്? അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന രോഗിയുടെ ഭർത്താവാ. ഇതിന് ഗുണ്ടയും അങ്ങനെയൊക്കെ ദേഷ്യപ്പെടണ്ടായിരുന്നു. ആപ്പ് പറ. അതെ എടാ
എടാ താൻ എന്താണോ ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നത്? ഈ കട്ടിലിൽ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നത് കേട്ടോ. മിണ്ടരുത് താൻ ഇനി. അതെ, ആരും മിണ്ടുന്നു? ആരാ നിങ്ങളെ കിടന്ന് ചലിക്കുന്നത്? ഞാനല്ലേ കിടന്ന് ചലിക്കുന്നത്? Silence! ഇവിടെ ആരും മിണ്ടിയില്ല അറുകോലേ, ഇവിടെ ആരും മിണ്ടിയില്ല. ഞാൻ എന്നോട് പറഞ്ഞതാ ഇതോ ഇനി. എന്റെ ഈ സ്വഭാവത്തിൽ എന്റെ കൊച്ച പൊങ്ങും, അതുകൊണ്ട് ഞാൻ എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചതാ. യ്യോ. Silence. കേട്ടല്ലോ? അവര് കിടന്ന് അലയ്ക്കുവോ എന്നിട്ട് Silence. എന്റെ തോളെ കയറാൻ പറ്റുമോ? ഇതെന്തോ ഒരു പെണ്ണുമുള്ളയാണോ ഇത്? ഹലോ, ആ രാമേന്ദ്രൻ മാഷാണേ. ഞാനിവിടെ ആശുപത്രി വന്നതാ. തിരുമ്മി ഒരു പ്രാവശ്യം തിരുമ്മി 1 മണിക്കൂർ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. എൻ്റെ പോണ് ഈ കട്ടിലെല്ലാം ഈ 2 പേരാ കിടക്കുന്നത്. ഒരു രക്ഷയില്ല. എത്രയോ പഠിപ്പിച്ച പിള്ളേർ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഇവിടെ മാത്രം ഞാൻ ആരെയും കണ്ടില്ല. ഒന്നിരിക്കണം, കാല് കഴിച്ചിട്ട് പാടില്ല, കാലങ്ങ് കഴിച്ച് ഒടിയുക. ഇവിടെ ഒരു വേട്ടയിൽ ഒരാളെ കിടക്കണുണ്ട്. ഞാനൊന്ന് സൈഡിലൊന്ന് ഇരിക്കട്ടെ. എന്നാൽ ശരി, ഞാൻ വിളിക്കാം കേട്ടോ. കാല് വയ്ക്കുന്നേ. ഓ കേട്ടോ. ഓ പിന്നാര പൊന്നല്ലേ മിന്നാ മിന്നി പെണ്ണല്ലേ, ആരോടും മിണ്ട ചുണ്ടിൽ തൊട്ടാവാടി പെണ്ണല്ലേ. മാഷ 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 നല്ലത്. ശാബ 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 ശാബ. അതല്ല, ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ചെവിക്ക് പിടിച്ചിട്ടുണ്ട്, പുറം വഴി അടിച്ചിട്ടുണ്ട്, കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ട്. എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. ഏത് കൊട്ടേഷൻ സംഘത്തിലായിരുന്നു? കൊട്ടേഷനോ? സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷ രാമേന്ദ്ര മാഷ്, തിരുവാമ്പാടി സ്കൂളിൽ. എന്റെ മാഷേ, അയ്യോ, ഞാൻ ഇരുത്താൻ കട്ടില്ലേ കേട്ടോ. എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല ഇല്ല എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല, മറന്നു. തിരുവമ്പാടി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അയ്യോ. എന്നിട്ട് അന്ന് ആ പഠിക്കുന്ന സമയത്ത് 1 സെക്കൻഡ് സമയം പോലും സാർ എന്നെ ആ ക്ലാസ്സിലെ ബെഞ്ചാൽ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഒന്നേ ഇറക്കി വിടും, അല്ല ബെഞ്ചിന്റെ പുറത്ത് കയറ്റി നിർത്തും. വന്നേക്ക് വാണ, എന്നിട്ട് എന്റെ കട്ടിലായി ഇരിക്കാൻ. മോനെ, ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് മോനെ. ഇരിക്കരുത് മോനെ, ഇരിക്കൂ. ചിരട്ട മാറ്റി വെച്ചേക്കുവാ. അപ്പൊ ഈ തൊണ്ടും മറ്റേ ചകിരിയെല്ലാം കൂടെ എന്തോ ഇത്? അതല്ല, മുട്ടിന്റെ ചിരട്ട. ഇത് കണ്ടോ? ആണോ? തേഞ്ഞിട്ടെ മുട്ടിന്റെ ചിരട്ടയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വന്നതാ. മുട്ടിന്റെ ചിരട്ട മാറ്റി വെച്ചിരിക്കുക. ആണോ? ഞാൻ ഇച്ചിരി ഇരിക്കരുത്. അങ്ങനെ പറയല്ലോ മക്കളെ. അങ്ങനെ പറയും മക്കളെ. അധ്യാപകനാണ്, ആരായാലും മോനെ പഠിപ്പിച്ചാണ് 2 അക്ഷരം. ആണോ? അതുകൊണ്ട് മുട്ട് തേയ്മാനം വന്നിരിക്കുക. 1 മണിക്കൂർ നിന്ന് അപ്പം ഞാൻ നിലത്ത് വീഴും. ഇരിക്കരുത്. നിങ്ങൾ എന്താ വിചാരിച്ച എന്നെ കുറിച്ച്? അന്ന് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ പണ്ട് നിക്കറിന്റെ പുറകിൽ AC വെച്ച് കിടന്ന ആ പാവപ്പെട്ട പയ്യനല്ലേ ഞാൻ? നിക്കറിന്റെ പുറകിൽ AC-യോ? അന്ന് എന്റെ നിക്കറിന്റെ പുറകിൽ ഉണ്ടായിരുന്നു. അതേ കൂടെ കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പായ AC ഉണ്ടായിരുന്നു. ആ നിക്കർ വിട്ടോണ്ട് ഞാൻ സൈക്കിൾ ചവിട്ടും. എഴുന്നേറ്റ് നിന്ന് ഞാൻ സൈക്കിൾ ചവിട്ടുമ്പോൾ കാറ്റടിച്ച് ഇങ്ങനെ ബിസിൽ കേൾക്കും. അങ്ങനത്തെ ഒരു നിക്കർ ഉണ്ടായിരുന്നു പോലെ കേട്ടോ. ആപത്തിൽ നിന്നും മാറി ഞാനിപ്പോ ഒരു ഭീകര ഗുണ്ടയാണ് ഞാൻ. ഇപ്പൊ എന്റെ കണ്ണി കത്തിക്കൊണ്ടേനെ. ഞാൻ അങ്ങനെ ഇരിക്കാൻ ഞാൻ ഇരുത്തത്തില്ലല്ലേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന് പറയട്ടെ. മക്കളെ പഠിപ്പിച്ചതല്ലേ, അന്ന് അധ്യാപകനല്ലേ. ആണെങ്കിൽ പിയൂണിനെ വരെ മോന് പേടിയായിരുന്നു. പിയൂണിനെ. ആ മോൻ എങ്ങനെ ഒരു ഗുണ്ടയായി? എങ്ങനെ ഒരു ഗുണ്ടയായിരുന്നോ? സാർ എന്നെ ഗുണ്ടയാക്കി. ഞാനോ? സാറിന്റെ സത കേൾക്കണം. സാറിന്റെ കഥ കേൾക്കണം. അതായത് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇരിക്കരുത്, ഇരുന്നാൽ അങ്ങനെ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സാർ എന്നെ രാവിലെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. പതിപോലെ തന്നെ എനിക്ക് വിഷമം സഹിക്കാതെ ഉച്ചയായപ്പോൾ ഞാൻ സ്കൂളിന്റെ 2ാം നില കയറിയിട്ട് ആ സ്കൂളിലെ മണി അടിച്ച് താഴോട്ടിട്ടു. എന്നിട്ട് ഒറ്റ ഓട്ടം ഇറങ്ങി. ആരുടെ അതൊന്നും ഓർമ്മ കാണത്തില്ല. എങ്ങനെ ഓർക്കാനാ? മണി വീണപ്പോഴേ എന്റെ ബോധം പോയില്ലേ? അല്ല അപ്പൊ പിന്നെ അതിന്റെ ശബ്ദം മണി വീഴുന്നൊന്നും ഞാൻ കേട്ടില്ലല്ലോ. അതിന് ഒച്ചത്തിലായിരുന്നു എന്റെ നിലവിളി. പിന്നെ അങ്ങനെ അങ്ങനെ ഓടിക്കണം. എന്നിട്ട് അവിടുന്ന് ഞാൻ ഓടിച്ചെന്ന് വീണത് ഏതോ ഒരു കാട്ടിലെ ഒരു പൊട്ടക്കിണറ്റിൽ. ആ പൊട്ടക്കിണറ്റിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ആരതറിയാവോ? ഇല്ല. പേര് കേട്ട ഗുണ്ട. ആര്? പാതാളം ചാണ്ടി. പൊട്ടക്കിണറ്റിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പാതാളം ചാണ്ടി അല്ല, പിന്നെ പാതാള കരണ്ടി. അവിടെ നിൽക്കി. നീങ്ങി വന്ന ഒരു കാര്യം പറയട്ടെ. എന്തുവാ? ഇവിടെ ഒരു കുഴി കണ്ട? ഇത് കുഴൽ കിണറിന് കുഴിച്ചതല്ല. അന്നത്തെ മണി വീണപ്പം കുഴി വീണ് പോയതാ. അറിയോ? അത് നിണ്ടല്ലേ മുത് കറുകൊലയാ ഇപ്പൊ കടന്നു വളവും. ഞാൻ സൈലൻസ് പറഞ്ഞ് കേട്ടില്ലായിരുന്നോ? ഞാനല്ല, ഈ പുള്ളിയാണ്. ഞാനല്ല. ഇതൊരു ആയുർവേദ ആശുപത്രിയാ. ഒരുപാട് രോഗികൾ ഇവിടെ ഉണ്ട്. ഇവർക്ക് ഓരോ കഷ്ടപ്പാടും വേദന അനുഭവിക്കുന്നവരാ. അതുകൊണ്ട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല. ഞാനാണ് ആ മൈനി കിടന്ന് ബഹളം വെച്ചേ. ഈ മുതു കറുകലയല്ലേ കിടന്ന് ബഹളം വെക്കണേ? അല്ല, ബഹളം വെക്കാം, പക്ഷെ ബഹളം വെക്കുന്നതിനൊക്കെ ഒരു പകൃതിയുണ്ട്. പകൃതിയോ?
ഒരു പ്രകൃതി ഒരു പരിധിയുണ്ട്. പരിധിയുണ്ട്, ആ. അത് മനസ്സിലാക്കി കേട്ടോ. പക്ഷേ എന്നും പറഞ്ഞിരിക്കാൻ സമ്മതിക്കത്തില്ല. ഇരുന്നാൽ ഒരു പ്രായമുള്ള മനുഷ്യനല്ലോ അതെ. അയാളൊന്നും ഇരുന്ന് എന്തോ കുഴപ്പം? ഇതേ എന്നെ പണ്ട് തിരുവമ്പാട് സ്കൂളിൽ 7ാം ക്ലാസ് വരെ പഠിപ്പിച്ച എന്റെ സാറാണ്. ഈ സാറ് കാരണമാണ് ഞാൻ ഇങ്ങനെ വഴി പഴിച്ചു പോയൊരു ഗുണ്ടയായി മാറിയത്. അതെങ്ങനെ സിസ്റ്ററിന് അറിയാവോ? ഈ സാറ് കാരണം എന്റെ അച്ഛനും അമ്മയും തമ്മിൽ 2ആയിട്ട് പേര് പിരിച്ചത്. മോനെ എന്റെ അമ്മ എന്റെ അച്ഛനെ കാണുന്നതിനെക്കാട്ടി കൂടുതൽ ഈ സാർ എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ? ഡെയിലി പറയൂലേ, ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ, പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ പറഞ്ഞു. ഇനിയെങ്കിലും പറ, അന്ന് എന്റെ അച്ഛന് നിങ്ങളുമായിട്ട് എന്തായിരുന്നു ബന്ധം? ഇന്നും എന്റെ അമ്മച്ചി ആ സ്കൂളിന്റെ വരാത്ത പോയി നിൽക്കും. എല്ലാത്തിന് എന്തെങ്കിലും ഈ സാറിനെ എന്റെ അച്ഛനെ കയ്യോടെ പിടിക്കാം. സത്യാണോ ഈ കേക്കണേ? അല്ലേ അത് കൊള്ളാം. പിന്നെ സിൽവർ പഞ്ച് അടിക്കാൻ വേണ്ടി ആരെങ്കിലും കള്ളം പറയോടെ ആരും എന്തോ പറയുന്നത്? അങ്ങനെ എന്തിനാ പറയണ? അല്ല എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്നു? എന്റെ പാവപ്പെട്ട അച്ഛൻ മരിച്ചു പോയി. ഞങ്ങളുടെ അച്ചാച്ചോ ഞങ്ങളുടെ അച്ചാച്ചൻ മരിച്ചു പോയി. സത്യമാണോ? ചേട്ടാ ഇത് എന്തൊരു കൊള്ളയെന്ന് പറഞ്ഞു ആരെങ്കിലും താത്തയാത്തോ എന്ന് കള്ളം പറയാ. ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കൊന്നും വേണ്ട. എന്തുവാ? പണ്ട് ഇവന്റെ അച്ഛൻ മരിച്ചു ഇവൻ എന്നോട് പറഞ്ഞിട്ട് വെളുപ്പിന് 4 മണിക്ക് ഒരു റീത്ത് മേടിച്ച് ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്നപ്പോ ഇവന്റെ അച്ഛൻ വെളുപ്പിന് 5 മണിയായപ്പോ അവിടെ നിന്ന് തീ കായുന്നു. ചെതന്ന് എഴുന്നേറ്റ് തീ കായുകയാണെന്ന് പറഞ്ഞ് പേടിച്ച് വിറച്ച് ആ റീത്ത് വാട്ടുകാരൻ ഒരു ഓട്ടം ഓടിയിട്ട് ആ പോയ വഴി പുല്ല് പോലും കിളുത്തിട്ടില്ല. പോകുന്ന വഴി എല്ലാവരും എന്നൊക്കെ ചോദിച്ചു എന്തിനാണ് റീത്ത് കൊണ്ട് ഓടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മോന്റെ ടയർ വണ്ടി ഞാൻ അലങ്കരിച്ചോണ്ട് പോകുവാണെന്ന് അറിയാമോ. അത് കഴിഞ്ഞ് ഒരാഴ്ച ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. പോകുന്ന വഴിക്ക് കാല് വന്ന് ചന്തയിൽ ഇടിച്ചപ്പോട്ടല്ല വേദന കാരണം ഒരാഴ്ച മൊത്തം എന്റെ ചന്തയിൽ നീരായിരുന്നു. സത്യാണോ ഞാൻ ഈ കേക്കണേ? പിന്നെ ഗോൾഡൻ പഞ്ച് അടിക്കാൻ വേണ്ടി ആരെങ്കിലും ചന്തയ്ക്ക് നീര് വെച്ചെന്ന് കള്ളം പറയണ്ട. പിന്നെ മാഷേ, ഞാൻ മാഷിനെ കാണാൻ വേണ്ടിട്ട് വന്നതാ. മാഷിന്റെ 2ാമത്തെ ചികിത്സക്കായിട്ട് ഡോക്ടർ വിളിക്കുന്നുണ്ട്. ആ 4ാം നമ്പർ റൂമിലേക്ക് ഒന്ന് ചെല്ലണേ. ഇവൻ പറഞ്ഞ തെമ്മാടിത്തരങ്ങളൊക്കെ മോളൊന്ന് കേൾക്കണം. ഇരിക്കരുത്. ഇരുന്നാൽ ഞാനായിട്ട് മോനെ എന്ത് ചെയ്തു? ഒരു കുട്ടി പഠിച്ചു വളർന്നു വരുമ്പോ തന്നെ അവന്റെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടാവണം, ഒരു ലക്ഷ്യം ഉണ്ടാവണം. നിനക്കൊരു ലക്ഷ്യമില്ലായിരുന്നു. ആ രാവണമെന്നൊരു ലക്ഷ്യം നിന്റെ മനസ്സിലില്ലായിരുന്നു. വെറുതെ കള്ളം പറയുവാ സിസ്റ്ററെ. ഈ സാർ എന്നും ചോദിക്കും വലുതാകുമ്പോ നിനക്ക് ആരാകണമെന്ന്. ബാക്ക് ബെഞ്ചിൽ നിന്ന് ഞാൻ ചാടി എണ്ണിച്ച് പറയും എനിക്കൊരു ഡോക്ടർ ആകണമെന്ന്. 1.5 ലിറ്റർ മേടിച്ചു തന്നാൽ ആരെയും ഫ്രീ ആയിട്ട് സർജറി ചെയ്ത് കൊടുക്കുന്ന ഡോക്ടർ. എന്നിട്ട് സാർ സംഭവിച്ചില്ല എനിക്ക് ഡോക്ടർ ആവണമെന്ന് പറഞ്ഞ. പനിയും ചുമയും കഫക്കെട്ടും ബിപിയും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളൊരു വയോവൃദ്ധനായ അധ്യാപകനാണ് ഞാൻ. അതുകൊണ്ട് നീ ഇങ്ങനെ ചിരിപ്പിച്ച് രസിപ്പിച്ച് എന്റെ പെപ്പുവിന് താഴെ കളിക്കല്ലേ. സത്യമായിട്ട് ഞാൻ പറഞ്ഞ എനിക്ക് ഡോക്ടർ ആവണമെന്ന് ഞാൻ പറഞ്ഞു. അല്ലല്ല എന്റെ പൊന്നു മാഷേ, മാഷ് ഒന്ന് പോയി ഡോക്ടറെ കാണുന്നുണ്ടോ? ഞാൻ നിന്നെ സംസാരിക്കുന്നില്ല. ഇച്ചിരി ഇരിക്കട്ടെ. ഇരിക്കരുത്. ഇരുന്നാൽ എന്റെ പൊന്നു മാഷേ, ഇനി ഡോക്ടർ എന്നെ വഴക്ക് പറയുന്നത് ഒന്ന് ചെല്ലാമോ? അധ്യാപകന്മാരോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ല കേട്ടോ. എന്നെ ക്ലാസ്സിൽ ഇരുത്താത്ത ആളാ ഞാൻ ഇവിടെ ഇരുത്താൻ. ഞാൻ താൻ എന്താണോ ഈ കാണിച്ചത്? ഒന്നുമില്ല, തന്നെ പഠിപ്പിച്ച മാഷല്ലേ. അഹങ്കാരൊക്കെ ആവാം, പക്ഷേ കുറച്ച് ആവാഹു. ഇല്ല തിരുമലിനും ഇല്ല, സർജറിക്കും ഇല്ല, ഒന്നിനുമില്ല. ഞാൻ പോവാ. തിരുമാത്തത് വേറെ ഒന്നുമല്ല. ഞാൻ പഠിപ്പിച്ച രാജേഷാണ് അവിടെ ഇരിക്കുന്നത്. ഡോക്ടർ രാജേഷ് വാളാവളിയിലുള്ളതാ. ആണോ? ആ അത് ശരി. എന്നിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ക്ലാസ്സിലിരുത്തേന് ഇത്രയും ദ്രോഹം നീ എന്നോട് ചെയ്യാമെങ്കിൽ പഠിക്കാത്തതിന് ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തി മുട്ടയിലിരുത്തി പുറം വഴി അടി കൊടുത്ത രാജേഷ് ഡോക്ടർ എന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം.